ഹലോ എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാഴയ്ക്ക ബജി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. തട്ടുകടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ബജി ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി വാഴയ്ക്ക തൊലിയെല്ലാം ഒന്ന് കളഞ്ഞു വെക്കാം. ഇത് വീട്ടിലുണ്ടായ വാഴയ്ക്കയാണ്. പൂർണ്ണമായും തൊലി കളയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു വാഴയ്ക്ക് രണ്ടായി കട്ട് ചെയ്താണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇതുണ്ട്, ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് ബജിയുടെ രൂപത്തിലൊന്ന് നൈസായി കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ആദ്യം കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ആഡ് ചെയ്യുന്നതിലൂടെ കുറച്ച് ക്രിസ്പി ആയിട്ട് ബജി ഉണ്ടാകും. അതിനു വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. പിന്നെ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ബാറ്റർ ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുണ്ടോ, ഇതാണ് കറക്റ്റ് അളവ്. ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ബജി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബജി ഫ്രൈ ചെയ്യാം. വാഴയ്ക്കെല്ലാം ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബജി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബജിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവർ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.